ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. ഇന്ന് മോള് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇന്നലെ രാത്രിയിലത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി ആയിരുന്നു ഇത്. പക്ഷെ ചേട്ടനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് വന്നപ്പോൾ പപ്സ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. അതുകൊണ്ട് 3 ചപ്പാത്തി ബാക്കി വന്നു. അപ്പൊ ബാക്കി വന്ന ചപ്പാത്തി എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ പിച്ചി പറിച്ചിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന്? മിക്കവരും ഉണ്ടാക്കുന്ന ഐറ്റം ആയിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് അങ്ങ് വഴറ്റിയെടുത്തു കേട്ടോ. അതിലോട്ട് മീഡിയം സൈസുള്ള ഒരു സവാളയും കൂടെ ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അത് വഴറ്റിയെടുക്കണേ. ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയോ ഗരം മസാലയോ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി അങ്ങ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതിന് നമ്മൾ അതിനകത്തോട്ട് ചെറിയൊരു തക്കാളി എരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളി സോഫ്റ്റ് ആകുന്ന വരുന്നത് വേവിച്ചെടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ മസാല എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഞാൻ മോളെ വിളിക്കാൻ പോയേ. അവരുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഇതാണ് കേട്ടോ പരിപാടി. വന്ന ഉടനെ തന്നെ അന്ന് പഠിപ്പിച്ച സ്റ്റെപ്പും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളും അവരങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും എന്നൊക്കെ ഉള്ള കഥകളെല്ലാം പറയും കേട്ടോ. യൂണിഫോം പോലും മാറത്തില്ലേ, ഇതെല്ലാം കാണിച്ച ശേഷം യൂണിഫോം പോലും മാറ്റാൻ പോകത്തുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലയിലോട്ട് 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ആ ഒരു വെള്ളമയത്തോട് കൂടി തന്നെ നമ്മൾ ആ പിച്ചി പറിച്ചിരിക്കുന്ന ചപ്പാത്തിയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ആ മുട്ടയുടെ നനവ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഒരു കൈപ്പിടി വെള്ളം കൂടി ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് വെതറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി റെഡി.